ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഡേ മൈ ലൈഫ് തന്നെയാണ്. ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇന്നലെ പർച്ചേസ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിന്ന് നോമ്പല്ലേ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നാളെ പെരുന്നാളിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേ പതിവ് പോലെ തന്നെ രാവിലെ ഞാൻ എണീറ്റിട്ട് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. മോന് പോകുന്നുണ്ടല്ലോ, വർക്കിന് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അവന് രാവിലെ കഴിക്കാനുള്ളതൊക്കെ ആക്കണം, പിന്നെ കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ മിക്കത് അവന് രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ വെച്ചാൽ അത് തന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. കാരണം രാവിലെ ചെറുപ്പം മുതലേ അവൻ്റെ ശീലം തന്നെയാണത്. അപ്പോൾ ഇപ്പോഴും ഇടയ്ക്ക് ഞാൻ ചോറാക്കി കൊടുക്കും. സ്ഥിരം ഇങ്ങനെ തന്നെ ആയാലും ശരിയാവില്ലല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കപ്പിൽ ഒരു കപ്പ് ചോറും ഒരു കപ്പ് തേങ്ങയും ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള ആട്ടമാവും ഉപ്പും ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കുന്നു കേട്ടോ. ഇത് നമ്മൾ സാധാരണ ആട്ടമാവുണ്ട് കലക്കിയിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ഒരിത്തിരി ചെറിയൊരു ഉറപ്പൊക്കെ ഉണ്ടാവില്ല. ഇത് നല്ല സോഫ്റ്റ് ആട്ടോ. നമുക്ക് ശരിക്കും മറിച്ച് ഇങ്ങനെ ദോശച്ചട്ടിയിൽ നിന്ന് മറിച്ചിടാൻ പോലും പറ്റില്ല, അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ കേട്ടോ. നമുക്ക് ഓട്ടപ്പം പോലെ ഓട്ടയുടെ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആക്കി എടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് പരത്തിയിട്ട് എടുക്കാം. ഞാൻ കുറച്ചൊക്കെ പെട്ടെന്ന് ചെറുതാക്കിയിട്ട് വട്ടം കുറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കും. പിന്നെ കുറച്ച് വലുതാക്കിയിട്ട് ഉണ്ടാക്കി, അങ്ങനെ ഓരോ വിധത്തിലൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അതുകൂടി ആട്ടമാവും കൂടെ അരച്ചിട്ട് ഞാൻ അതിൽ നിന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ ഓട്ടയുടെ പോലെ ഓട്ട കിട്ടാനായിട്ട് കുറച്ച് വേണമെങ്കിൽ അപ്പസോഡ ചേർക്കാവുന്ന കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ മോള് വന്നിട്ടുണ്ടായിരുന്നില്ല, മോള് രാവിലെ തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളും കൂടി വന്നതിൻ്റെ ശേഷം വേണം സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ അവൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കാവുമല്ലോ, ഞാനും മുത്തു മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. അപ്പോൾ അവൾ ഒറ്റയ്ക്കാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ അവൾ വന്നിട്ട് തന്നെ പോവാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാവിലെ തന്നെ അവൾ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. രാവിലെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 10 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തുമല്ലോ. അപ്പോൾ തന്നെ എൻ്റെ എല്ലാ പണികളും കഴിച്ച് വെച്ചിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ ദോശ മാവിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലാകുമ്പോൾ എണ്ണ ഒഴിക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ മുത്ത് വന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിന് കുറച്ചൊക്കെ അറിയുള്ളൂ, എന്നാലും എന്തിലും വന്ന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെറുതാക്കി ഇതാക്കി തരാം, കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഒഴിച്ച് കാണിച്ചു കൊടുത്താൽ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് പരത്തിയിട്ട് ദോശ പോലെ അങ്ങനെ ഫുള്ളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ വലുപ്പത്തിനനുസരിച്ചൊക്കെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ദോശ ഉണ്ടാക്കലും പിന്നെ അങ്ങനെ ചായ കുടിക്കുന്ന വീഡിയോയൊന്നും ഞാൻ എടുത്തില്ല, കാരണം നല്ല തിരക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അധികം ഒന്നും എടുക്കാണ്ട് ഞാൻ മോള് അപ്പോഴേക്കും വരാം. മോന് പോയി, മോൻ്റെ ഫുഡൊക്കെ ആക്കി കൊടുത്ത് പിന്നെ മോന് പോയി. അപ്പോഴും മോള് വന്ന് അപ്പോൾ അവരെല്ലാവരും കൂട്ടിയിട്ട് പിന്നെ ഞങ്ങളങ്ങനെ പോവുകയായിട്ടുണ്ടായത്. അപ്പോൾ ഞങ്ങളിവിടെ പെരുമ്പിലാവ് ഇവിടെ അടുത്ത് പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇറങ്ങിയപ്പോൾ മുത്ത് പറഞ്ഞ് നമുക്കൊന്ന് കുന്നോളം പോയി വെക്കാമെന്ന് പറഞ്ഞു. മാവേലി സ്റ്റോറിൽ കുന്നോളം പോയി വെക്കാമെന്ന് പറഞ്ഞു. അതായത് ഇവിടുത്തെ മാവേലിയിൽ നിന്ന് സ്റ്റോക്ക് എടുപ്പാണ് അത്ര. അത് ഞങ്ങൾ ലൈവ് ഇട്ടേൽ കണ്ടിട്ടുണ്ടാവും പോണതൊക്കെ. അപ്പോൾ സ്റ്റോക്ക് എടുപ്പായതുകൊണ്ട് ഇന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പം മടങ്ങുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നേരെ അങ്ങനെ കുന്നോളം പോയിട്ടാണ്. കുന്നോളത്ത് നിന്ന് പിന്നെ അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ പിന്നെ ഇന്നലെ ആ സമയത്ത് ലൈവ് ഇട്ട കാരണം അവിടെ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് പച്ചക്കറി കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിരുന്നു. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചു. പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് തക്കാളിയും ഇതൊക്കെ ഇങ്ങനെ വണ്ടിയുടെ സൈഡിലിങ്ങനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ചത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തക്കാളി നല്ല നാടൻ തക്കാളിയാണ്. അപ്പോൾ അതും ഒരു 2 കിലോനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഞങ്ങൾ പെരുമ്പിലാവിലേക്ക് വന്ന് പെരുമ്പിലാവിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ബർക്കത്ത് അരി ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് അല്ലറച്ചിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് വരിക ചെയ്തു. കാരണം നല്ല വെയിലുണ്ട്, പിന്നെ ഇത് നല്ല പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പൊടിക്കാറ്റടിക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്താട്ടോ. ആ റോഡ് പണി നടക്കണ കാരണം ഒരു വലിയ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ നല്ല പൊടിയാണ്.
അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ചിക്കനും വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം പെരുന്നാളിൻ്റെ എല്ലാ ഐറ്റംസും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടാണ്. പിന്നെ ഞാൻ ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും അധികം എടുക്കുന്നൊന്നുമില്ല, ഇവർക്കെന്താ ഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ വൈകിട്ട് പോകാമെന്ന് കരുതി, ഇന്ന് വൈകിട്ട് പോകാമെന്നൊക്കെ കരുതില്ല, അതൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കൊടുന്ന് സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ച് പിന്നെ അതൊക്കെ എടുത്ത് വെക്കലാട്ടോ. എടുത്ത് വെക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ അതേ പീനട്ട് ബട്ടർ ഞാൻ വാങ്ങിച്ചത് എനിക്ക് ക്രഞ്ചിയാണ് കേട്ടോ ഇഷ്ടം, ക്രീമി അങ്ങനെ വാങ്ങിക്കാറില്ല ഞാൻ. എന്നിട്ട് അതിൻ്റെ ബ്ലൂ ഉണ്ട് റെഡും ഉണ്ട്, രണ്ടും നോക്കിയിട്ട് ഞാൻ ഒരുപാട് ഇങ്ങനെ നോക്കിയിട്ട് ക്രഞ്ചി തന്നെ എടുത്തു. പക്ഷെ എടുത്തിട്ട് ഇവിടെ വീട്ടിൽ നോക്കുമ്പോൾ ക്രീമി ആയിപ്പോയി. അപ്പോൾ അതൊരു വിഷമമായിപ്പോയി, കാരണം എനിക്കതിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കടിച്ച് തിന്നാനായിട്ട്. അപ്പോൾ അങ്ങനെ അതും എന്തോരഞ്ഞ് കൊണ്ടോ മാറ്റിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതി. പിന്നെ അങ്ങനെ ഇതേ ഞങ്ങൾ വന്നിട്ട് ഉച്ചയായിട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡൊക്കെ വേഗം ഒക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതൊക്കെ എടുത്തൊക്കെയാന്ന് പറഞ്ഞു, കാരണം വൈകിട്ടായാലും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഈ പെരുന്നാളായി പിന്നെ 2-3 ദിവസം നമുക്ക് നല്ല പണികളൊക്കെ തന്നെ ആവുമല്ലോ ഓരോന്ന്. അതങ്ങനെ എടുത്ത് വെക്കലും ഒതുക്കലും ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അധികം ഒന്നും സ്പീഡിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിനും കാല് കടയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കിതപ്പ് വരും. ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ കിതപ്പ് വരുന്നതാണ്. സംസാരിക്കുമ്പോൾ പോലും ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നന്നായിട്ട് കിതക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ കിതച്ചിട്ട് ഞാൻ ബുദ്ധിമുട്ടിട്ട് പറയണ സാവധാനം പറഞ്ഞാൽ പോലെ ഞാൻ സാവധാനം തന്നെ പറയണേ. പക്ഷേ എനിക്കെന്തോ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു കിതപ്പും ഒക്കെ ഉണ്ട്. ഇത് എന്താ പറയുക, പ്രഗ്നൻ്റ് ആയ മുതലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പിന്നെ നമ്മളിങ്ങനെ കുറച്ചും കൂടി വയറ് വീർത്തൊക്കെ വരുന്നതനുസരിച്ചിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ കുറച്ചധികം തന്നെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഇനി എപ്പോഴും വാങ്ങിക്കാൻ പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ മാവേലി കയറിയാലും ഈ പരിപ്പും പയറൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കുറവിലൊക്കെ കിട്ടുക സൂപ്പർ മാർക്കറ്റിനേക്കാളൊക്കെ. അപ്പോൾ പിന്നെ അത് ബക്കറ്റൊക്കെ നല്ലപ്പോൾ ഞാൻ വേറെ സ്ലാബിൻ്റെ മുകളിൽ വേറെ ബക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് ഓരോന്ന് അടുക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 2 കാർഡുണ്ട്, ഉമ്മാടെയും എൻ്റെയും കാർഡ് വെച്ചിട്ട് തന്നെ മറ്റേ 1/2 കിലോനൊക്കെയല്ലേ നമുക്കൊരോ പരിപ്പൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ 2 കാർഡ് വെച്ചിട്ട് തന്നെ കേട്ടോ ഒന്നിച്ച് ഓരോ കിലോനൊക്കെ എല്ലാ സാധനങ്ങളും തന്നെ വാങ്ങിച്ചിട്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഐറ്റംസിനായിട്ടൊന്നും 1 മാസത്തിനൊന്നും പോകണ്ട, കാരണം അങ്ങനെ തീരുമില്ലല്ലോ. പിന്നെ ഇവിടെ ആരും ഇല്ല. മോളിനിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള തിരിച്ചു പോകും. അവളിപ്പോൾ ഇതിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ പെരുന്നാളിൻ്റെ ലീവിനായിട്ട് വന്നതാണ്. അപ്പോൾ അവളും 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. പിന്നെ ഇപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാധനമൊന്നും പെട്ടെന്നൊന്നും തീരില്ല കേട്ടോ. പിന്നെ ഇതെൻ്റെ പാത്രം കേട്ടോ, നല്ല എന്താ പറയുക സ്പൈസസൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി എനിക്ക് താത്ത തന്നതാണ്. സത്യം പറഞ്ഞാൽ താത്തയുടെ വീട്ടിൽ കണ്ടപ്പോൾ എനിക്ക് വേണമെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞപ്പോൾ താത്ത ഒന്ന് തന്നാ കേട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല പാത്രം, എനിക്ക് നല്ല ഇഷ്ടം, നല്ല ക്യൂട്ടല്ലേ, നല്ല രസമുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇങ്ങനെ എല്ലാം ആക്കി വെച്ചത്, അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ എടുക്കട്ടോ. ഞാൻ എല്ലാം കൂടി ഒരു ഡപ്പയിൽ ഇട്ടേക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു പ്ലേറ്റിക്കിന് കൊട്ടിന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പെറുക്കി എടുക്കണം എന്ന് ഓരോന്ന് തിരഞ്ഞിട്ട്. ഇതാകുമ്പോൾ തിരയാൻ നിൽക്കുന്നുണ്ട്, എല്ലാം ഓരോ സെപ്പറേറ്റ് ആയ കാരണം നല്ല ഈസി ആയിട്ട് എടുക്കാനായിട്ടും. അപ്പോൾ അത് നല്ല പാത്രം എനിക്കിഷ്ടമായിരുന്നു. അപ്പോൾ അതെ, അപ്പോൾ അതിൽ ഞാനൊക്കെ 2 ദിവസം മുന്നേ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി സാധനങ്ങളും കൂടിയിട്ട് ഒക്കെ ആക്കി വെക്കായിരുന്നു. പിന്നെ ഗരം മസാലയും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുറേ പൊടി ആക്കി വെക്കാണ്ടത്. അപ്പോൾ ഞാൻ നാളെ പോയപ്പോൾ കുറച്ച് മേടിച്ചുള്ളൂ. അപ്പോൾ അതങ്ങനെ പൊടിച്ച് വെച്ചില്ല, കാരണം പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉണ്ടാവില്ല എന്ന് എഴുതിയിട്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇന്നലെ പിന്നെ എല്ലാ കൂടുതൽ തന്നെ അധികമായിട്ട് മേടിച്ചിട്ടാണ്. നമുക്കിങ്ങനെ ഇങ്ങനെ എന്താ പറയുക, പൊടിക്കാത്തതും ആവശ്യമുണ്ടല്ലോ, പൊടിക്കാത്തതും എടുക്കാം പൊടിച്ചതും എടുക്കാമെന്ന് കരുതിയിട്ട് അതിനുള്ള മാത്രമൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ എല്ലാം അടുക്കി പെറുക്കി വെക്കുമ്പോൾ തന്നെ ഒരു വിധം സമയമായിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി ബാക്കി പൊടിക്കാനുള്ളതൊക്കെ ഞാൻ പാത്രത്തിൽ വേറെ സെപ്പറേറ്റ് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഞാൻ എല്ലാം അങ്ങനെ ഒക്കെ വറുത്ത് ഇതാക്കി വെച്ചിട്ട്, അപ്പോൾ നല്ല ജീരകം പിന്നെ പെരിയ ജീരകം അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ഞാൻ പൊടിച്ച് വെക്കും. കാരണം നമുക്ക് കറി വെക്കുമ്പോഴൊക്കെ പൊടി ഇടാനായിട്ടൊക്കെ ഈസി അല്ലേ. അല്ലെങ്കിൽ മീൻ കറിക്കൊക്കെ ഞാൻ തൂമിക്കും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇടും. അപ്പോൾ അതിന് അപ്പോൾ കുറച്ച് പൊടിക്കാൻ വെച്ചാൽ ഭയങ്കര റിസ്ക്കാണ്.
അപ്പം അങ്ങനെ ഞാനത് കുറേശ്ശെ ആക്കി വെക്കും കേട്ടോ. പിന്നെ ഇതൊരു എന്താ പറയുക മന്തിയുടെ മസാലയുടെ ഒരു കൂട്ട് ഞാൻ വേറെ പൊടിച്ചേക്കണം. അത് ചിക്കനൊക്കെ ഫ്രൈ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാം സെപ്പറേറ്റൊക്കെ പൊടിച്ച് വെച്ചിട്ട് ഇത് പെരുംജീരകം പൊടിച്ചതാണ് അങ്ങനെ ആക്കി വെച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രാത്രി അങ്ങനെ ഫുഡ് കഴിക്കുക ചെയ്തു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.